അതിന്റെ മനോഹരമായ പാട്ടുകളാണ്, അനേകം പാട്ടുകൾ. അങ്ങനെ ആ പാട്ടുകൾ വരുന്നു. അപ്പൊ ആ പാട്ടുകളോട് കൂടിയാണ് മലയാളത്തിൽ ഇന്നും നമ്മൾ മലയാളത്തിന്റെ പാട്ട് ചരിത്രം പറയുമ്പോൾ നീലക്കുയിൽ മുതല പാട്ട് ചരിത്രം മാത്രമല്ല, സിനിമയുടെ ചരിത്രവും നീലക്കുയിൽ മുതല പറഞ്ഞു വന്നത്. കാരണം ആദ്യത്തെ സിനിമകൾ മറ്റു പലതും ഉണ്ടെങ്കിലും നീലക്കുയിലാണ് കാലത്തിന് മുമ്പേ പറന്നുപോയ, എന്താണ് പ്രമേയപരമായാലും അതിന്റെ അഭിനയപരമായാലും അതിന്റെ എല്ലാ മേഖലകളും സമസ്ത മേഖലകളിലും വളരെ മികവ് തെളിയിച്ച സിനിമ. ആദ്യമായി രാഷ്ട്രപതിയുടെ അവാർഡ് കിട്ടിയ മലയാള സിനിമ. അതാണ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഇതിൽ പറയുന്നുണ്ട് തിലകം ചാർത്തി. അതിന്റെ അർത്ഥം മനസ്സിലാക്കി കേട്ടു നോക്കി. തിലകം ചാർത്തി പല നാൾ പോറ്റിയ പുണ്യശിരസേ. അടുത്തത് ഉലകം വെല്ലാൻ ഉഴറിയ നീയോ വിലപിടിയാത്തൊരു തലയോട് കൈ പിടിച്ചോണ്ടാണ് ടിപ്പു സാർ പാടുന്നത്. ഈ രാജാവോ മറ്റോ ആയിരിക്കും ഈ മനുഷ്യൻ, അല്ലെങ്കിൽ ഏറ്റവും സുന്ദരനായി തീർന്ന ഒരു മനുഷ്യന്റെ തലയോടാണല്ലോ. ഉലകമെല്ലാം ഈ ലോകം മുഴുവൻ കീഴടക്കണമെന്ന് ആഗ്രഹിച്ചൊരു മനുഷ്യന്റെ തലയോടാണ്. പക്ഷേ വിലപിടിയാത്തൊരു മനുഷ്യന്റെ ജീവിതം, ആ ദർശനം എത്ര മനോഹരമായി ഏത് സാധാരണക്കാരനും മനസ്സിലാക്കുന്ന രീതിയിലാണ് തിരുനയനാരെ കുറിച്ച്. തിരുനയനാരെ കുറിച്ച് മാധവൻ നായർ സാറിന് നമുക്ക് മറന്നു കൊണ്ടുപോകാൻ പറ്റില്ല. മറ്റൊരു പ്രസിദ്ധമായ പാട്ടുണ്ട് തിരുനയനാരെ കുറിച്ച് മാധവൻ നായരുടെ, ഈ ബ്രഹ്മലക്ഷണം തന്നെ കുറിച്ച്. ഏതാണെന്ന് നോക്കുന്നുണ്ടോ? ഈശ്വര ചിന്തയാണ് ശാശ്വതമായിട്ടുള്ളത് മനുഷ്യന് എന്ന് പറയുന്ന മനോഹരമായ പാട്ട്. അത് കമലർ സാറാണ് പാടുന്നത്. അപ്പൊ അങ്ങനെ ബ്രദർ ലക്ഷ്മൺ, തിരുനയനാരെ കുറിച്ച് അങ്ങനെ ഒരു തീം നമുക്കുണ്ടായിരുന്നു. മനോഹരമായ പാട്ടുകൾ അങ്ങനെ കുറെ കാലം നമ്മൾ പാടുന്നു. അതിനുശേഷം 55-ൽ പുതിയൊരു ഗാനരചയിതാവ് നമുക്ക് വരുന്നു. 55-ൽ ആരാണെന്ന് അറിയാമോ? ഭാസ്കരമാഷോട് പറഞ്ഞു, തിരുനയനാരെ കുറിച്ച് പറഞ്ഞു, ശങ്കരകുറുപ്പ് മാഷെ പറഞ്ഞു, മുതുകുളരാമുള്ള സാറിനെ പറഞ്ഞു, പുത്തൻകാവ് മാത്തൻകരകൻ, അദ്ദേഹം മഹാകവി, അദ്ദേഹം പറയുന്നുണ്ട് മലയാളത്തിൽ. അവരൊക്കെ കഴിഞ്ഞാണ് 1955-ൽ സിനിമയിൽ ഒരു പുതിയ ഗാനരചയിതാവ് വരുന്നു. അദ്ദേഹത്തിന്റെ പേര് ONV കുറുപ്പ് എന്നാണ്. പലരും വയലാറാണ് ആദ്യം വന്നതെന്ന് വിചാരിക്കും. ONV കുറുപ്പ് സാറാണ് വയലാറിനേക്കാൾ മുമ്പേ, വയലാർ സാറിനേക്കാൾ മുമ്പേ വന്നത്. ആ നാടകത്തിൽ 10-25 പാട്ടുണ്ട്. ആ പാട്ടുകളെല്ലാം എഴുതിയത് ONV കുറുപ്പ് മാഷാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ചില പാട്ടുകളെങ്കിലും ഓർക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ അതിൽ ഏറ്റവും പ്രസിദ്ധമായ ഒരു പാട്ടുണ്ട്, അമ്പിളിയിലെ കണ്ടറിയുന്നോളെ ആമരത്തിലെ പൂന്തണലിലെ വാടി നിൽക്കുന്നോളെ വാളം വെളിയിൽ കണ്ണെറിയുന്നോളെ ആമരത്തിൻ പൂന്തണലിൽ വാടി നിൽക്കുന്നോളെ വാടി നിൽക്കുന്നോളെ വാളം വെളിയിൽ കണ്ണെറിയുന്നോളെ ആമരത്തിൻ പൂന്തണലിൽ വാടി നിൽക്കുന്നോളെ വാടി നിൽക്കുന്നോളെ ആ മലർ പൊയ്കയിലാടി കളിക്കുന്നോരോ ഇനി നോക്കൂ, 56-ൽ അടുത്ത ഗാനരചയിതാവ് വരികയാണ്. മലയാള ഗാനരചനയുടെ ചക്രവർത്തിയായി മാറിയ സാക്ഷാൽ വയലാർ രാഘവൻ 56-ൽ വരികയാണ്. അപ്പൊ ഈ വയലാർ സാറ്, അദ്ദേഹത്തിന്റെ വലിയൊരു കുടുംബം, രാഘവപ്പറമ്പ് എന്നൊക്കെ അറിയപ്പെടുന്ന വയലാർ സ്വാമി കഴിഞ്ഞു ഞാൻ വിചാരിക്കുന്നത്. രാഘവപ്പറമ്പിലെ നമ്മള് ഈ പഴയ ഭാഷയിൽ ജന്മി കുടുംബത്തിലൊക്കെ ജനിച്ച് ഒരുപാട് സ്വത്തുക്കളൊക്കെ ഉണ്ടായിരുന്ന ആളായിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതം കവിയായി അദ്ദേഹം അറിഞ്ഞു തുടങ്ങി. അതിനുശേഷം അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം നാടകങ്ങളിൽ പാട്ടെഴുതണമെന്നായിരുന്നു. അങ്ങനെ നാടകങ്ങളിൽ പാട്ടെഴുതണമെന്ന് ആഗ്രഹിച്ച് അദ്ദേഹം KPSC ഉണ്ട്. KPSC ഭാഷയാണ് എഴുതുന്നത്, സ്പേസ് ഇല്ല. അപ്പോഴാണ് പൊൻകുന്നം വർഗീസാറും സംഘവും കോട്ടയം കേന്ദ്രമാക്കി നാഷണൽ തിയേറ്റേഴ്സ് തുറന്നത്.
നാഷണൽ തിയേറ്റേഴ്സിന്റെ നാടകങ്ങളെ അദ്ദേഹം പാട്ടുകൾ എഴുതി. വളരെ പിന്നീട് കാറ് വിട്ട് വയലാറിനെ ഉദയ സ്റ്റുഡിയോയിൽ കൊണ്ടുവന്ന കഥയുണ്ട്, അത് പിന്നീട് പറയാം. അപ്പൊ അങ്ങനെ സിനിമയിൽ പാട്ടെഴുതണമെന്ന് ആഗ്രഹിച്ച് അദ്ദേഹം നടക്കുകയാണ്. അങ്ങനെ നടക്കുമ്പോഴാണ് നാടകങ്ങളിലെ എഴുതിയ പാട്ടുകളിലൂടെ വയലാറിനെ ലോകം അറിയാൻ തുടങ്ങുന്നത്, അല്ലെങ്കിൽ നാടറിയാൻ തുടങ്ങുന്നത്. അങ്ങനെ 1956 കൂടപ്പുറപ്പ് എന്ന് പറയുന്ന സിനിമയിലെ പാട്ട് എഴുതിക്കൊണ്ടാണ് വയലാർ സാർ ആദ്യമായി മലയാള സിനിമയിലേക്ക് വരുന്നത്. അതിന് 5-8 പാട്ടുണ്ടായിരുന്നെങ്കിലും നമ്മളെ ഇപ്പോഴും ഓർത്തിരിക്കുന്ന പാട്ട് മണിവർണ്ണനെ കണ്ടു ഞാൻ എന്ന് പറയുന്ന പാട്ടാണ് അദ്ദേഹം ആദ്യം എഴുതിയത്. പക്ഷെ നമ്മൾ ഓർത്തിരിക്കുന്ന പാട്ട് തുമ്പി തുമ്പി ശ്രദ്ധിച്ചറിയാം. അപ്പോൾ നിലനിൽക്കുന്ന ചലച്ചിത്ര ഗാന സംസ്കാരമാണ് വയലാർ പിന്തുടർന്നത്. തുമ്പി തുമ്പി മാവ, ഈ തുമ്പത്തായ വളരെ ലളിതമായ വാക്കുകളാണ് വയലാർ ഉപയോഗിച്ചത്. പക്ഷെ പിന്നീട് പിറ്റേ ദിവസം വയലാറിന് വലിയ വയലാറിനെ മാറുകയായിരുന്നില്ല. പാട്ടുകൾ അദ്ദേഹത്തിന് അനായാസം ലഭിച്ചില്ല. 57 വയലാർ അതിപ്രശസ്തനായി മാറിയ ഒരു സംഭവമുണ്ട്. അത് മലയാളത്തിലെ ഏറ്റവും വലിയ വിപ്ലവഗാനത്തിന്റെ പിറവിൽ അതോടുകൂടിയാണ്. 1857-ലാണ് 57 പുതിയ ആദ്യമായി ബാലറ്റിലൂടെ കേരളത്തിൽ അല്ലെങ്കിൽ കേരളം ഉണ്ടാകുന്നു, കേരളത്തിൽ സർക്കാർ ഉണ്ടാകുന്നു. ആ സർക്കാർ 1857 സ്വാതന്ത്ര്യ സമരം, നമ്മൾ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയും. ബ്രിട്ടീഷുകാർ അതിനെ ശിപായി ലഹള എന്ന് വിളിക്കും. ആ വയലാറിൽ നിന്ന് വന്നയാളാണ്. വയലാറിന്റെ എല്ലാ സ്പന്ദനങ്ങളും അറിയുന്നതാണ്. വിപ്ലവ ഗാനമായിക്കൊണ്ട് വയലാറിനെ അതിന്റെ ചുമതലയേൽപ്പിക്കും. സംഗീത സംവിധാനം ദേവരാജ മാസ്റ്റർ. 3 പേര് കിട്ടിയില്ല പാടാൻ. എങ്കിലും കിട്ടാവുന്ന ഇത്രയും പേരെ സംഘടിപ്പിച്ച് അന്ന് KS ഗവൺമെന്റ് പാടാൻ, ആൻഡോ മാഷുണ്ട് പാടാൻ, അതുപോലെ ജോസ് പ്രകാശ് ഇക്കാലത്ത് പ്രസിദ്ധ നടനായി മാറിയ അദ്ദേഹം കൊണ്ട് പാടാൻ, കവിയൂർ പ്രേമയുണ്ട് പാടാൻ, KPSC സുലോചനയുണ്ട് പാടാൻ. അങ്ങനെ കുറേ പേർ പാട്ടുകാർ, പ്രശസ്തരും അല്ലാത്തവരുമായ അനേകം പാട്ടുകാർ നിരന്നു നിന്നാണ് പാടുന്നത്. ഇവിടെ ജനകോടികൾ ചാർത്തുന്നു നിങ്ങളിൽ സമരപുളകങ്ങൾ തൻ സിന്ദൂരമാലകൾ. വലിയ കേരളം മുഴുവൻ അലയടിച്ച, ഇപ്പോഴും അലയടിക്കുന്ന ഒരു പാട്ടായി അത് മാറി. അതിന് ആ പാട്ടിന്റെ സംഭവവുമായി ബന്ധപ്പെട്ട് ചില സംഭവ വികാസങ്ങളുണ്ട്. അതിലൊരു വാക്ക് മാറ്റണം, രാഷ്ട്രപതി പങ്കെടുക്കുന്ന ചടങ്ങായതുകൊണ്ട് അതിലൊരു വാക്ക് മാറ്റണം എന്ന് പ്രോട്ടോകോൾ ഓഫീസർ പറയുകയും ആ വാക്ക് മാറ്റി. ഇത് പക്ഷേ ഈ വിപ്ലവഗാനം എല്ലാ നാടകാവതരണങ്ങളിലും KPSC അവതരിപ്പിക്കുമായിരുന്നു. അങ്ങനെ കേരളത്തിലും പുറത്തും ലോകം മുഴുവൻ വിപ്ലവഗാനമായി ബലികുടീരങ്ങളെ അലയടിച്ചു. ഇന്നും അലയടിക്കുന്നില്ല. അങ്ങനെ അതിപ്രശസ്തനായി വയലാർ ദേവരാജൻ മാസ്റ്റർ മാറുകയാണ്. അപ്പോഴാണ് വയലാറിനെ അപ്പൊ അതിനു മുമ്പ് തൊട്ട് മുമ്പ് തന്നെ ഇദ്ദേഹത്തിന് നാടകഗാനങ്ങൾ പ്രസിദ്ധമായപ്പോൾ തന്നെ പാട്ടെഴുതാൻ വിളിക്കുന്നു. ആദ്യമായി ഒരു സിനിമയ്ക്ക്, ഉദയയുടെ സിനിമയ്ക്ക് പാട്ടെഴുതുന്നു. ആ പാട്ട് നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും മനസ്സിൽ. സത്യൻ മാസ്റ്ററും രാഗിണിയും അഭിനയിച്ച സിനിമയാണ് ചന്ദ്രകപ്പൽ രാജകുമാര എന്ന പാട്ടാണ്. അത് കഴിഞ്ഞ് ദേവരാജ മാസ്റ്റർ ഈ വിപ്ലവകാരൻ കൂടി പ്രസിദ്ധമായതുകൊണ്ട് ഇവർ രണ്ടുപേരും ചേർന്ന് അതിന് മുമ്പ് ഉദയയ്ക്ക് വേണ്ടി ഒരു പാട്ട് ചെയ്യുകയാണ്. ഏതാണ്ട് 3-4 വർഷം കഴിഞ്ഞാണ് ഇവർ ഒന്നിക്കുന്നത്. അതിന് മുമ്പ് ചതുരംഗം എന്നൊരു സിനിമയ്ക്ക് വേണ്ടി ഒന്നും ചെയ്തെങ്കിൽ ആ സിനിമ പാട്ടുകൾ ഹിറ്റായില്ല. അങ്ങനെ ഉദയയ്ക്ക് വേണ്ടി വയലാർ ദേവരാജൻ ഒന്നിക്കുന്ന പാട്ട്, അതിൽ 4-5 പാട്ടുള്ള പാട്ടുകളെല്ലാം ഹിറ്റാണ്. ഉദയയുടെ നിങ്ങൾ എല്ലാവരും കേട്ടുള്ള പാട്ടാണ്. വയലാറിന്റെ ജീവിതത്തിൽ പലപ്പോഴും എന്താണ് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് ആലുവ. അങ്ങനെ ആലുവയുമായി കണക്ട് ചെയ്ത പാട്ടാണ് പെരിയാറേ പെരിയാറേ പർവ്വതനിരയുടെ പനിനീര് കുളിരും കൊണ്ടു നീ നടക്കും മലയാളി പെണ്ണാണ്. അത്രയൊക്കെ പാട്ടുകളാണ്. അങ്ങനെ വയലാർ ദേവരാജൻ 58 വന്ന രണ്ടിടങ്ങഴി എന്ന് പറയുന്ന സിനിമയിൽ ഒരു പാട്ടുണ്ട്. അത് ബ്രദർ ലക്ഷ്മണനും
തിരുനേനാകുറിച്ചും ചേർന്ന് എഴുതിയ അല്ലെങ്കിൽ സംഘടിപ്പിച്ച അങ്ങനെ അവർ ചേർന്ന ഒരു പാട്ടാണ്. അതിൽ ഓർക്കുണ്ടാകും വിപ്രലംബ ശൃംഗാര അപ്സര സ്ത്രീ വിപ്രലംബ ശൃംഗാരം പലതരത്തിലുണ്ട്. വിപ്രലംബ ശൃംഗാരം എന്ന് പറഞ്ഞാൽ അകന്നിരിക്കുമ്പോൾ സംഭവിക്കുന്നതാണ് വിപ്രലംബ ശൃംഗാരം. യക്ഷനും ഭാര്യയോ കാമുകയോ അകന്നിരിക്കുമ്പോൾ ഉണ്ടാകുന്ന വിപ്രലംബ ശൃംഗാരത്തിൽ നിന്നാണ് മേഘസന്ദേശം എന്ന കൃതി ഉണ്ടാകുന്നത്. പടിഞ്ഞാറ് നിന്ന് കാർമേഘങ്ങൾ കൊമ്പുകുത്തി കളിക്കുന്ന കുട്ടിയാനകളെ പോലെ മേഘങ്ങൾ ഇങ്ങനെ ഉയർന്ന് പറന്നു വരുന്നത് കണ്ടിട്ട് യക്ഷൻ തന്റെ കാമുകിയോടോ ഭാര്യയോടോ ഒപ്പം ജീവിച്ചിരുന്ന ആ ഇത്തരം ഒരു കാലാവസ്ഥയിൽ ജീവിച്ചിരുന്ന പഴയ കാലങ്ങളെ കുറിച്ച് ആലോചിക്കുകയും അദ്ദേഹം തന്റെ കാമുകിയെ ഭാര്യയെ കുറിച്ച് ചിന്തിക്കുകയും അവർക്കൊരു ദൂത് കൊടുത്തയക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തു. വളരെ ലളിതമായ വാക്കുകൾ കൊണ്ട് അപ്പോഴും ഒരു പാത ഇങ്ങനെ പോകുന്നുണ്ട്. മറിച്ചതിൽ വളരെ ഗൗരവമുള്ള മനോഹരമായ പാട്ടുകളുമായി വയലാർ സാർ പോകുമ്പോൾ ONV സാറ് ഇടയ്ക്ക് വെച്ച് നിലച്ചു. ONV സാറിന് പാട്ടുകൾ മുന്നോട്ട് പോകാൻ കഴിയാതിരുന്നത് അദ്ദേഹത്തിന് ഗവൺമെന്റ് ജോലി കിട്ടി. കോളേജിൽ പ്രൊഫസറായി ജോലി കിട്ടി. കോളേജ് അധ്യാപകർക്ക് അന്നും ഇന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, സർക്കാരിന്റെ സാക്ഷരമാണ്. അതുകൊണ്ട് അല്ലാതെ ചെയ്താൽ ജോലി പോകും. അദ്ദേഹം അതിന് തയ്യാറായില്ല. അദ്ദേഹം ചില സിനിമകളിൽ തൂലിക നാമത്തിൽ എഴുതി. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, മാണിക്യ വീണയുമായ മനസ്സിന്റെ താരപ്പൂയിലുണർന്നവളെ നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ. അത് സെറ്റ് ചെയ്തിരിക്കുന്നുണ്ടോ? അതൊക്കെ വാക്കിന്റെ ഭാവമാണ് അതിന്റെ സംഗീതം. നോക്കൂ, ഒന്നും എന്നാൽ കുറച്ചല്ല, അതാണ് ആ വാക്കിന്റെ ഭാവം. പണ്ടത്തെ സംഗീത സംവിധായകർ നല്ല കവികൾ കൂടിയായിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് അത് ഉൾക്കൊണ്ടാണ് സംഗീതം കൊടുക്കുന്നത്. വാക്കെന്താണ് പറയുന്നത് ആ വാക്കാണ്, അല്ലെങ്കിൽ ആ ഭാവമാണ് അതിൽ ഉൾപ്പെടുത്തുന്നതായിരുന്നു. ഇപ്പോ അത് ONV കുടുംബം തന്നെ ആക്കിയിട്ടുണ്ട്. സിനിമയിൽ എഴുതി കാണിക്കുന്നത് ശ്രദ്ധിച്ചാൽ മതി. ക്രെഡിറ്റ്സ് കാണിക്കുമ്പോൾ ഗാനരചന ബാലമുരളി. ബാലമുരളി എന്ന പേരിൽ ONV സാറ് കുറെ പാട്ടുകൾ, സിനിമയ്ക്ക് കുറച്ച് പാട്ടുകൾ എഴുതി. പിന്നീട് അദ്ദേഹത്തിന് അത്രയും സ്വാതന്ത്ര്യം കിട്ടി. അപ്പോഴേക്കും ഇവർ രണ്ടുപേരും ഇങ്ങനെ വളരെ പാട്ടുകൾ എഴുതി മുന്നോട്ട് വന്നു. അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ അപ്പോൾ പുതിയ എഴുത്തുകാരും ഗാനരചയിതാക്കളും സംഗീത സംവിധായകരും ഒക്കെ വരും. പാട്ടുകാർ അമകർ പുരുഷോത്തമൻ സാറുണ്ട്, രാജ സാറുണ്ട്, ഉദയഭാനു സാറുണ്ട്, പിന്നെ അങ്ങനെ കുറെ പാട്ടുകാരുണ്ട്. അപ്പോൾ അപ്പൊ അങ്ങനെ പീലില നാം അതിൽ തന്നെ തുടരുകയും പിന്നെ നമുക്കറിയാലോ ജ്ഞാനപ്പാന പരിണാമത്തിനൊക്കെ പീലിയുടെ പാടി നമ്മുടെ നൊസ്റ്റാൾജിയ, നമ്മുടെ ഒരു ഓർമ്മയാണ് അത്. പിന്നീട് അനേക കാലം മലയാളത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഗായികമാരിൽ ഒരാളായി തുടർന്നു. പേര് ആദ്യം പറയാം. ആദ്യമായി പാടുന്നത് പാടി ഉറക്കാഞ്ഞ താമര പൂവൈതലേ കേട്ടു കേട്ടു കരളിന്റെ കാതലെ. കാതൽ തന്നെ കാതൽ വേറെ കാതലുണ്ട്. തമിഴിൽ കാതലിന് അർത്ഥവും മലയാളത്തിൽ കാതലിന് വേറെ അർത്ഥമാണ്. അതായത് ഞങ്ങൾ പാട്ട് നമ്മൾ മനസ്സിലാക്കി കേട്ടാൽ വളരെ രസമായിട്ട് തോന്നും. കരളിന്റെ കാതലായിരിക്കുന്നവർ. അപ്പൊ അങ്ങനെ ആ പാട്ട് പാടി പി സുശീല വരികയാണ്.
പിന്നെ എത്രയോ മനോഹരമായ പാട്ടുകൾ പി സുശീലയുടെ പെട്ടെന്ന് ഓർമ്മ നോക്കിയേ, പെട്ടെന്ന് ഓർമ്മ അനുജത്തി ആ ആ ആ പ്രിയതമാ പ്രണയലേഖനം കഥന നിദാനം നാഹം ജാനേ മോക്ഷ കവാടം നാഹം ജാനേ ജാനേ രാമ 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 ജാനകി ജാന. ഒരിക്കലെങ്കിലും എപ്പോഴെങ്കിലും എന്താണ് ഇവർ പാടുന്നതെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മോക്ഷ കവാടം, അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മോക്ഷം പ്രാപിക്കാനുള്ള കവാടം വഴി ഏതാണെന്ന അഹജാനെ എന്നാണ്. അവൻ അങ്ങനെ അർത്ഥം നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് പാട്ടുകൾ കൂടുതൽ നമ്മളിലെ ശരിയാണ് ആ സന്ദർഭവും ആ പാട്ട് സീനൊക്കെ ഓർക്കണം. ശോഭനയുടെ ഒരു സിറ്റുവേഷനാണ്. അപ്പോഴാണ് എങ്ങനെയാണ് എത്ര മനോഹരമായിട്ടാണ് ഇവരിങ്ങനെ കണക്ട് ചെയ്ത് പോകുന്നത്. പാട്ടിൽ നിസ്സാര കളിയൊന്നുമല്ല. അടുത്ത കാലങ്ങളിൽ പാട്ടിനെ നമ്മൾ പടിയടച്ചിട്ടുണ്ടെന്ന് വെച്ചിരിക്കുകയാണ്. എന്നുവെച്ചാൽ ഒരു അക്കാഡമിക് ചർച്ചകളിലും ചലച്ചിത്ര അല്ലെങ്കിൽ പാട്ടുകളെ നമ്മൾ പരിഗണിക്കുന്നത്. ചെമ്മീനിൽ മറ്റൊരു മൈൽ സ്റ്റോണാണ്. അദ്ദേഹം വരുന്നതിന് മുമ്പ് ഞാൻ പറയുന്നത് ചെമ്മീൻ, കാരണം സമയം നമുക്ക് പറഞ്ഞിട്ട് ചെമ്മീനിലാണ് മറ്റൊരു മൈൽ സ്റ്റോൺ, ഒരു നാഴികക്കല്ല് മലയാള സിനിമയ്ക്ക് സംഭവിക്കുന്നത്. ഞാൻ പറഞ്ഞു 38-ൽ പാട്ട് തുടങ്ങി, അതൊരു നാഴികക്കല്ലാണ്. 48-ൽ ആദ്യത്തെ പിന്നണി ഗാനം തുടങ്ങി, അതൊരു നാഴികക്കല്ല. 54-ൽ നമ്മുടെ പാട്ട് ചരിത്രം തുടങ്ങി, അതൊരു നാഴികക്കല്ല. 55-ൽ പുതിയൊരു ഗാനരചയിതാവ് വന്നു, അദ്ദേഹം ദീർഘകാലം മലയാളത്തിൽ നിലനിൽക്കുന്ന ഒരു നാഴികക്കല്ല. 56-ൽ ബൈരാം സാർ വന്നു, അതൊരു നാഴികക്കല്ല. അങ്ങനെ ഓരോ മൈൽസ്റ്റോൺ പറഞ്ഞു പോകുമ്പോൾ നമ്മൾ പാട്ടിന്റെ മലയാള ഗാന ചരിത്രത്തിൽ നമ്മൾ വലിയൊരു മാറ്റമാണ് 1964-ൽ സംഭവിച്ചത്. അത് ചെമ്മീൻ എന്ന് പറഞ്ഞ സിനിമയാണ്. നിങ്ങൾക്കറിയാം, ഇന്നലെ നിങ്ങളുടെ അദ്ദേഹത്തെ ആദരിച്ചതാണ്. സലിൽ ചൗധരിയാണ് അതിൽ പാട്ടുകൾ ട്യൂൺ ചെയ്യാൻ സംഗീതം നിർവഹിക്കുന്നത്. പാട്ടുകളെല്ലാം ട്യൂണിട്ട് എഴുതുക. മലയാളത്തിൽ ആദ്യം ട്യൂണിട്ട് എഴുതുകയാണ്. അതുവരെ പാട്ട് എഴുതിയ ശേഷം ട്യൂൺ ചെയ്യുകയായിരുന്നു. ചൗധരി വന്നു ചെമ്മീനിൽ സരിതാവും ചെമ്മീനിലെ പാട്ട് എഴുതാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ട്യൂണിട്ടാണ് പാട്ട് എഴുതേണ്ടത്. എന്തായിത്തീരുമെന്ന് കഴിയുന്നില്ല, എന്തായിത്തീരും, പക്ഷെ നിർബന്ധിക്കുന്നുണ്ട്. എന്തായിത്തീരുമെന്ന് എനിക്കറിയില്ല എന്ന് രേഖപ്പെടുത്തുന്നു. 4 മനോഹരമായ പാട്ടുകൾ, ട്യൂണിട്ട് എഴുതിയതാണെന്ന് തോന്നാത്ത മനോഹരമായ 4 പാട്ടുകൾ. ആ പാട്ടുകൾക്ക് 4നും ഒരു പൊതു സ്വഭാവമുണ്ട്. ആ 4 അഭിസംബോധനകളാണ്. അഭിസംബോധന ചെയ്യുകയാണ്. ഓരോ അഭിസംബോധനയ്ക്കും ഓരോ സ്വഭാവമാണ്. ആദ്യത്തെ ശ്രദ്ധിച്ചു നോക്കി, കരയെ മുഴുവൻ, ആ കരകളെ മുഴുവൻ, കഥ നടക്കുന്ന തൃക്കുന്നപ്പുഴ, പിന്നെ ആറാട്ടുപുഴ, അല്ലെങ്കിൽ പുറക്കാട്, ആ മേഖലയാണ്. പിന്നെ പുറക്കാരേ പുറക്കാട്ട് കടപ്പുറത്ത് അപ്പൊ ഒരു ദേശത്തിനെ മുഴുവൻ ആദ്യം അഭിസംബോധന ചെയ്യുകയാണ്. അടുത്തത് അവിടുത്തെ പെണ്ണുങ്ങളെ മുഴുവൻ അഭിസംബോധന ചെയ്യും. പെണ്ണാളെ പെണ്ണാളെ കരിമീൻ കണ്ണാളെ കണ്ണാളെ. ഇനി അവിടുത്തെ ആണുങ്ങളെ മുഴുവൻ, കടലിൽ പോകുന്ന മുക്കുവരെ മുഴുവൻ അഭിസംബോധന ചെയ്യുകയാണ്. കടലിനക്കര പോണോരെ, കാണാ പൊന്നിന് പോണോരെ, കടലിനക്കര പോണോരെ, കാണാ പൊന്നിന് പോണോരെ. പോയി വരുമ്പോഴെന്തു കൊണ്ടുവരും, കൈ നിറയെ പോയി വരുമ്പോഴെന്തു കൊണ്ടുവരും. അത് 4ാമത്തെ പാട്ട്. നാല് അഭിസംബോധനയാണ്, 4 സ്വഭാവം. മധുരം വാടി
കേൾക്കുമ്പോൾ നമ്മൾ ഇനിയും ശ്രദ്ധിക്കാം. പാട്ടുകളുടെ സ്വഭാവം മാറുന്നതുകൊണ്ട് ഇങ്ങനെ മാറും. കൃതഹസ്തനായ ഒരു എഴുത്തുകാരന്റെ സിദ്ധിവിശേഷമാണത്. വയലാർ മഹാനായ എഴുത്തുകാരന്റെ കഴിവാണ് അവിടെ കാണുന്നത്. ഏത് പാട്ടിനെയും പാട്ടിന്റെ കുറ്റം മാത്രം പറയുന്ന ചിലരുണ്ട്. ഒരാളെന്ന് പറഞ്ഞാൽ കാലിനെ പെട്ടെന്ന് കൂടിയിട്ട് അവനെ കുറെ പേര് പറയുന്നു. അങ്ങനെ പാട്ടുകളെ നിരന്തരമായി ആക്രമിച്ചുകൊണ്ടിരുന്ന ചിലരെ ഒരു പ്രശസ്ത സംവിധായകൻ അദ്ദേഹത്തിന്റെ സിനിമയിൽ പാട്ടിടുക, അദ്ദേഹം പലപ്പോഴും അദ്ദേഹത്തെ കണ്ടപ്പോൾ പറഞ്ഞാണ് ഈ പാട്ടിടുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. പാട്ടെന്ന് പറയുന്നത് 3-4 മിനിറ്റിൽ ഒതുങ്ങുന്ന ഒരു സ്വരശില്പമാണ്. ഈ സ്വരശില്പം ഉണ്ടാക്കുക എന്ന് പറയുന്നത് പല നിയന്ത്രണങ്ങളിൽ നിന്നാണ്. സംവിധായകൻ ചില നിയന്ത്രണം പറയും, നിർമ്മാതാവ് ചില നിയന്ത്രണം പറയും, എഴുത്തുകാരൻ കഥയെഴുത്തുകാരൻ അയൽ നിയന്ത്രണം പറയും, ചിലപ്പോൾ ചില നടന്മാർ നടീനടന്മാർ ഇടപെടും. അങ്ങനെ പറ്റത്തില്ല, ഞങ്ങൾക്ക് പാടാൻ പറ്റില്ല, അല്ലെങ്കിൽ ആ വാക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഇങ്ങനെ 100,000 നിയന്ത്രണങ്ങളിൽ നിന്നുകൊണ്ടാണ് ഒരു പാട്ടുണ്ടാക്കുന്നത്. 3 ദിവസം താമസിച്ചു. ആലപ്പുഴയിലെ ഒരു ഹോട്ടലിൽ അദ്ദേഹം താമസിച്ചു. 3 ദിവസവും സംവിധാനം ചെയ്തു. സിറ്റുവേഷൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചെല്ലും, നോക്കും, ഒന്നുമില്ല, ഇന്ന് എഴുതാൻ പറ്റിയ 3-ാമത്തെ ദിവസം അപ്പോൾ എഴുതിയിട്ടുണ്ട്. കണ്ണ അമ്പാടി കാണണം എന്ന് എഴുതിയിട്ടുണ്ട്. ഒരു കൊച്ചുകുട്ടിയുടെ ആ ഒരു സിറ്റുവേഷനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ പറഞ്ഞു, സാറേ എങ്ങനെയാണ് ഇപ്പൊ മനസ്സിലായോ പാട്ടുകൾ ഒരു ബുദ്ധിമുട്ടാണെന്ന്? അതെ, എങ്ങനെയാണ് പാട്ടുകൾ എന്ന് കാണിച്ചത്? അപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ സിനിമകളിൽ സ്ഥിരമായി എഴുതിക്കൊണ്ടിരുന്ന ഒരു ഗാനരചയിതാവിനെ വരുത്തി. അദ്ദേഹത്തോട് സിറ്റുവേഷനൊക്കെ പറഞ്ഞു കൊടുത്തു. ഇദ്ദേഹം ഇങ്ങനെ എഴുതിയിട്ടുണ്ടെന്നൊന്നും പറഞ്ഞില്ല. എല്ലാം പറഞ്ഞു. അദ്ദേഹം 1/2 മണിക്കൂർ കൊണ്ട് ഒരു പാട്ട് എഴുതിക്കൊണ്ടു. ആ പാട്ടാണ് നിങ്ങൾ ഇപ്പോൾ കേൾക്കുന്ന കണ്ണാ തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ നിന്നെ കൂടാതില്ലല്ലോ ഇന്നെ 61 കൊച്ചി നൽകിയ സംഭാവന, ലോകത്തിന് നൽകിയ സംഭാവന. 61 നവംബർ 14-ാം തീയതി ശിശുദിനത്തിന്റെ ദിവസം ഒരു മഹാഗായകൻ തന്റെ ആദ്യത്തെ 4 വരി പാടുകയാണ്. KJ യേശുദാസ്. രാമൻ നമ്പിയത്ത് എന്ന് പറയുന്ന നിർമ്മാതാവ്, MB ശ്രീനിവാസൻ എന്ന സംഗീത സംവിധായകൻ, ആന്റണി എന്ന സംവിധായകൻ, ഇവരുടെ 3 പേരുടെയും ആ ഒരു താല്പര്യത്തിലാണ് ശ്രീ യേശുദാസിന് പാടാൻ അവസരം കിട്ടുന്നത്. അദ്ദേഹം പാടി. അദ്ദേഹത്തിന് ഉദ്ദേശിച്ച പാട്ട് പാടാൻ കഴിഞ്ഞില്ല. പിന്നെ ഈ ശ്ലോകം അദ്ദേഹം ആദ്യമായി പാടുന്നു നവംബർ 14-ാം തീയതി 1961. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് പറയുന്ന ശാന്താപ്പി നായർ മാമാണ്. ഞാൻ ആ കുട്ടിയുടെ കൂടെ ഞാൻ പാടാണല്ലോ എന്ന് പറഞ്ഞിട്ട് അറ്റൻഷൻ പെണ്ണി എന്ന് പറയുന്ന പാട്ട് പാടുന്നു. അങ്ങനെ യേശുദാസിന്റെ പാട്ട് യാത്ര തുടങ്ങുന്നു. ഇത് പാടി കാൽപ്പാടുകളോടുകൂടി അദ്ദേഹം വളരെ പ്രസിദ്ധനായോ ഇല്ല. കൊച്ചു കൊച്ചു പാട്ടുകൾ എന്ന് വെച്ചാൽ 1-ാമത്തെ 4-ാമത്തെ പാട്ടുകൾ, ചെറിയ ചെറിയ പാട്ടുകൾ പാടി അങ്ങനെ അപ്രസക്തനായി തുടരുകയാണ്. അന്ന് മെയിൻ പാട്ടുകാരൊക്കെ വേറെയാണ്. അപ്പോഴാണ് തനിക്ക് ആദ്യത്തെ സിനിമയിൽ നഷ്ടപ്പെട്ടു പോയതൊരു പനി കാരണമാണെങ്കിൽ ഒരു പനി അദ്ദേഹത്തിന് അനുഗ്രഹം കൊണ്ടുവരുന്നു. 1964 ഒരു സിനിമ വരുന്നത്, 65-ലാണ് റിലീസ്, 64-ലെ റെക്കോർഡിംഗ്. അതുവരെ ഫൈനൽ റിഹേഴ്സലിന്റെ തലേ ദിവസം വരെ മനോഹരമായി പാടിക്കൊണ്ടിരുന്ന ഗായകന് ഫൈനൽ റിഹേഴ്സലിന്റെ ദിവസം പാടാൻ കഴിയുന്നില്ല. നാളെ സ്റ്റുഡിയോ ബുക്ക് ചെയ്തിരിക്കുകയാണ്. വലിയ തുകയ്ക്ക്, അത് വലിയ തുകയാണ് ഇതൊക്കെ. പഴയ സിനിമയ്ക്ക് നിസ്സാരമായിട്ട് വലിയ തുകയ്ക്ക് സ്റ്റുഡിയോ ബുക്ക് ചെയ്തിരിക്കുകയാണ്. പാടും എന്ന് പറയുന്നു. അപ്പൊ ആ സിനിമയിലെ മറ്റൊരു പാട്ടിന്റെ റിഹേഴ്സൽ നോക്കിട്ട് പോകാൻ ബസ്കൂലി വാങ്ങിക്കാൻ പുറത്ത് നിൽക്കുന്ന യേശുദാസിനെ വിളിക്കാമെന്ന് പറയുന്നു. അദ്ദേഹത്തോട് സംസാരിക്കുന്നു, അദ്ദേഹം തയ്യാറാകുന്നില്ല. പലരും സംസാരിക്കുന്നു, അദ്ദേഹം തയ്യാറാകുന്നില്ല. അവസാനം ഈ ഗായകൻ, പാടാൻ കഴിയാതെ പോയ ഗായകൻ തന്നെ അദ്ദേഹത്തോട് പറയുന്നു, ഈ പാട്ടൊന്ന് പാടി അദ്ദേഹം സഹായിക്കുന്നു. അങ്ങനെ ആ ഗായകന്റെ നിർദ്ദേശത്തെ തുടർന്ന് അന്നത്തെ കൊച്ചു യേശുദാസ് ആ പാട്ട് പാടുന്നു. ആ പാട്ട് വലിയൊരു ഹിറ്റായി മാറുകയാണ്. അങ്ങനെ നമുക്കൊരു വലിയ യേശുദാസിനെ ലഭിക്കുന്നു. ആ പാട്ട് നമ്മൾ കേൾക്കാം. അപ്പോൾ അങ്ങനെ
ഈ ഗാനം യേശുദാസ് എന്ന് പറയുന്ന മഹാഗായകന്റെ വളർച്ചയിൽ വലിയ സംഭാവന നൽകി. അതേ വർഷം തന്നെ മറ്റൊരു പാട്ട് കൂടി അദ്ദേഹത്തിൻ്റെ ഇതുപോലെ തന്നെ വളരെ പ്രസിദ്ധമായ പാട്ട് വന്നു 65 പുറത്തുന്ന പേരാണ് കാലത്തിൽ വളരെ ആ പാട്ട് ബാബുരാജ മാസ്റ്ററാണ് അത് സംഗീത സംവിധാനം നിർവഹിച്ചത്. ആ പാട്ട് അതെ മറ്റൊരു ഗായകനെ കൊണ്ട് പാടിക്കണമെന്ന് തലത് മെഹബൂബിനെ കൊണ്ട് പാടിക്കണമെന്ന് ബാബുരാജ മാസ്റ്റർക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് കിട്ടിയില്ല. ദാസാറാണ് പാടിയത്. വളരെ പ്രസിദ്ധമായി മാറിയ താമസം എന്തേ വരിക എന്നുള്ള പാട്ട്. അങ്ങനെ ആ 2 പാട്ടുകൾ വന്നതോടുകൂടി പകരം വയ്ക്കാനില്ലാത്ത തരത്തിൽ അതുവരെ മുന്നിൽ നിന്ന എല്ലാ ഗായകരെയും പിന്തള്ളിക്കൊണ്ട് ശ്രീ യേശുദാസ് വലിയ അദ്ദേഹത്തിൻ്റെ ചൈത്രയാത്ര അങ്ങനെ തുടർന്നു. കാരണം മലയാളത്തിലെ ഏറ്റവും മഹാനായ ഗായകനായി മാറി. 1966 പുതിയൊരു ഗാനരചയിതാവ് വരികയാണ്. സിനിമയിലെ പാട്ട് എഴുതിക്കൊണ്ടാണ് പി സുബ്രഹ്മണ്യം മലയാളികളെ പി സുബ്രഹ്മണ്യം അദ്ദേഹത്തിന് അവസരം കൊടുക്കുന്നത് ആ പാട്ട് എഴുതിക്കൊണ്ട് വരുന്നു. അദ്ദേഹം അതിനുശേഷം ചെറുതായി ഇങ്ങനെ പാട്ടെഴുത്തിന്റെ മേഖലയിൽ നിൽക്കുമ്പോഴാണ് ദേവരാജൻ മാസ്റ്ററുമായി ചേർന്ന് അദ്ദേഹം പാട്ട് ചെയ്യുന്നത്. മതം പൊട്ടിച്ചിരിക്കുന്ന ചിത്രമേ ഈ ദേവരാജൻ മാസ്റ്ററുമായിട്ട് ചെയ്ത പാട്ടുകൾ വലിയ ഹിറ്റായി. സ്വാഭാവികമായും അങ്ങനെ ഹിറ്റാകുമ്പോൾ അങ്ങനെ ഒരു ടീം ഉണ്ടാവുകയാണ്. പക്ഷേ ദേവരാജൻ മാസ്റ്റർ പറഞ്ഞു ഇനി തമ്പി നമ്പൂതമ്പി പാട്ട് ചെയ്യുക. അതിന് അദ്ദേഹത്തിന് ചില ന്യായങ്ങളുണ്ടായിരുന്നു. ഞാൻ കുട്ടനോടൊപ്പം പാട്ട് ചെയ്യും, നമ്പൂതമ്പിൽ ഇനി പാട്ട് ചെയ്യില്ല. കുട്ടൻ എന്ന് പറയുന്നത് വയലാർ വയലാറിലാണ്. അതിന് അദ്ദേഹത്തിന് ചില കാരണങ്ങളുണ്ടായി. ആ ഗായകൻ പറഞ്ഞാലേ പാടും എന്ന് ഗായകർ നിലപാടെടുക്കും. അങ്ങനെ മാനവികത, മനുഷ്യ സ്നേഹം ഒക്കെ നിലനിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. അവിടെയാണ് ഇങ്ങനെ പറയുന്നത്. അതെന്താണെന്ന് വെച്ചാൽ അങ്ങനെ ദേവരാജ മാസ്റ്റർ ഉണ്ടായിരുന്ന ന്യായം, ശ്രീകുമാരൻ തമ്പി സാർ ഒരു എഞ്ചിനീയറാണ്, സിവിൽ എഞ്ചിനീയറാണ്. അദ്ദേഹമാണ് തമ്പീസ് കൺസ്ട്രക്ഷൻസ് ചെന്നൈയിൽ വളരെ നല്ല രീതിയിൽ നടത്തുന്നു. ഭാസ്കർ മാസ്റ്റർ വീടൊക്കെ ചെന്നൈയിൽ പണിഞ്ഞിരിക്കുന്ന ശ്രീകുമാരൻ തമ്പി സാർ. അപ്പൊ അദ്ദേഹത്തിന് വരുമാനമുണ്ട്, അദ്ദേഹത്തിന് ജോലിയുണ്ട്. ONV സാർ അന്ന് കോളേജിൽ അധ്യാപകനായി ജോലി ചെയ്യാൻ ഗവൺമെന്റ് ശമ്പളം. ഒരു വരുമാനം പാട്ട് എഴുതി കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കുന്നത് വയലാർ സാറാണ്. അതുകൊണ്ടാണ് ഞാൻ കുട്ടനോടൊപ്പമേ വർക്ക് ചെയ്യുന്നത് ദേവരാജൻ മാസ്റ്റർ പറഞ്ഞത്. പക്ഷേ വളരെ ചെറുപ്പമായിരുന്ന തമ്പി സാറിനെ അത് പ്രലോഭിപ്പിക്കുകയും വിഖ്യാതമായ പലയിടത്തും പറഞ്ഞ കേട്ടുണ്ടാവും. മാഷ് ചെയ്തതിനല്ല, അതെ മാസ്റ്റർ ചെയ്തില്ലെങ്കിൽ അങ്ങയുടെ ഹാർമോണിസ്റ്റിനെ കൊണ്ട് ഞാൻ പാട്ട് ചെയ്യിപ്പിക്കുവാൻ, അല്ലാതെ ഞാൻ തോൽക്കാൻ പോകുന്നില്ല എന്നൊക്കെ അദ്ദേഹം ഇപ്പോഴും ആ വെല്ലുവിളിക്ക് മാറ്റമൊന്നും വന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ ഇപ്പോഴും നല്ല എങ്ങനെയാണ് മനസ്സുകൊണ്ട് അങ്ങനെ അദ്ദേഹം പറയുകയും അദ്ദേഹം അന്ന് മുതൽ ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം എങ്ങനെയാണ് സ്വന്തമായി ഒരു വഴി വെട്ടിത്തുറക്കേണ്ടത് എന്നിങ്ങനെ ആലോചിച്ച് നടക്കുമ്പോൾ അത് ഒരു പാട്ട് കേൾക്കുന്നു. മാനത്തിൻ മുറ്റത്ത് മഴവില്ലാലഴകിട്ടും ഈ പാട്ടിന്റെ സൗന്ദര്യം കൊണ്ട് ഇത് ആരാണ് എഴുതിയത്, ആരാണ് ട്യൂൺ ചെയ്തതെന്ന് നോക്കുമ്പോൾ ഭാസ്കർ മാസ്റ്ററാണ് എഴുതിയിരിക്കുന്നത്. സ്വാഭാവികമായി ദേവരാജൻ മാസ്റ്റർ ആയിരിക്കും എന്നാണ് ധരിച്ചത്. പക്ഷേ ഒരു ദേവരാജൻ ടച്ച് ഉണ്ടെന്നല്ലാതെ ഒരു പുതിയ സംഗീത സംവിധായകനാണ് അത് ട്യൂൺ ചെയ്തിരിക്കുന്നത്. ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ മനസ്സിൽ ലഡ്ഡുകൂട്ടി പുതിയൊരു സംഗീത സംവിധായകൻ അദ്ദേഹത്തെ കൊണ്ടുവരണം നാട്ടിൽ. KP കൊട്ടാരക്കര സാറിന്റെ അടുത്ത പടം നടക്കാൻ പോവുകയാണ്. അതിൽ ഇദ്ദേഹത്തെ ഇറക്കാൻ തീരുമാനം. അപ്പോൾ തന്നെ ഓടിപ്പോയി. അപ്പൊ അന്വേഷിച്ചു ആരാണിത്. പേര് MK അർജുൻ. എവിടെയാണ് വീട്? പള്ളുരുത്തിയാണ്. പള്ളുരുത്തിയും കോർട്ട് വെച്ചിയും യേശുദാസ് സാറിന്റെ വീടുമായിട്ട് വലിയ ദൂരമില്ല. ഓടി അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ട്രാൻസ്പോർട്ട് ബുക്ക് ചെയ്ത് അദ്ദേഹത്തിന്റെ ഏതോ ബന്ധുവിനോട് പറഞ്ഞ് ഇങ്ങനെ ഇദ്ദേഹം ഉടൻ തന്നെ അവിടെ വരണം, നാളെ തന്നെ വരണം എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം ഇത് അവിടെ ചെന്നൈ റെയിൽവേ സ്റ്റേഷൻ, മദ്രാസ് റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിറങ്ങുന്നു. തമ്പി സാർ സ്വന്തം കാറിൽ പോയി അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവരുന്നു. അപ്പോൾ ഒരു പുതിയ തുടക്കം
അതിനുവേണ്ടിയാണ് എല്ലാം കേൾക്കുന്നു. അതൊക്കെ മാസ്റ്റർ പറയുന്നു, അതൊക്കെ ചെയ്യാൻ കുഴപ്പമില്ല. പക്ഷെ എനിക്കൊരു കണ്ടീഷനുണ്ട്. മോന് വല്ല പൈസയുടെ ആയിട്ട് വിചാരിച്ചു അല്ല, ഞാൻ ദേവരാജൻ മാസ്റ്ററുടെ ഹാർമോണിസ്റ്റാണ്. അദ്ദേഹത്തോട് ചോദിക്കാതെ ഞാൻ ട്യൂൺ ചെയ്യുന്നു. പെട്ടു. തമ്പി സാർ പറയുന്നത്, എന്തൊക്കെ പ്രതീക്ഷകളോടാണ് ഈ മനുഷ്യനെ കൊണ്ടുപോയത്. പക്ഷേ ദേവരാജൻ മാസ്റ്റർ ചോദിക്കാതെ, അദ്ദേഹം അനുവാദം തരാതെ ഞാൻ ട്യൂൺ ചെയ്യുന്നു. മനസ്സോടെ ദേവരാജൻ മാസ്റ്റർ താമസിക്കുന്ന വോട്ട്ലാൻഡ് ഹോട്ടലിന്റെ മുമ്പിൽ വണ്ടി കൊണ്ട് നിർത്തുന്നു. തമ്പി സാർ വണ്ടിയിൽ തന്നെ ഇരിക്കുന്നു. ഇദ്ദേഹം അകത്തേക്ക് സാറിനെ മാസ്റ്ററെ കാണാൻ പോകുന്നു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മാസ്റ്റർ ഇറങ്ങി വരുന്നു. ഇറങ്ങി വന്നിട്ട് തമ്പി സാറിനോട് പറയുന്നു, വെല്ലുവിളിച്ചിട്ട് പോയ കാർത്തിയാണ് പറയുന്നു, എന്താണോ തമ്പി ഇയാളെ കാറിൽ തന്നെ ഇരുന്നയാളാണ്, എന്നോട് കടത്തണം വാ എളുപ്പ പറഞ്ഞ് വിളിക്കുന്നു. അത് മതി അദ്ദേഹത്തിന്. അദ്ദേഹം ചെല്ലുന്നു, അവിടെ ചെന്ന് സംസാരിക്കുന്നു. അപ്പൊ അകത്തേന്ന് സംസാരിക്കുമ്പോൾ ചെയ്യണ്ട, പാട്ട് ചെയ്യണ്ട എന്ന് പറയുന്നതാണ് സാർ ധരിച്ചിരുന്നത്. ഒരു കണ്ടീഷൻ, പാർട്ടിയിൽ മൃഗനാണ്, നല്ല ജ്ഞാനമാണെന്നെല്ലാം പറഞ്ഞു. ഒരു കണ്ടീഷൻ, അവന് ഇത്ര രൂപ കൊടുക്കണം. മാസ്റ്റർക്കാരൻ വളരെ സാധുവായ മനുഷ്യനാണ്, നന്മയുള്ള മനുഷ്യനാണ്. അപ്പൊ അതുകൊണ്ട് സിനിമാ ലോകമാണ്. അതുകൊണ്ട് ഇത്ര രൂപ 1500 രൂപ അന്നത്തെ കൊടുക്കണം. തമ്പി സാർ പറയുന്നത്, ഭാഗ്യവശാൽ KP കൊട്ടാരക്കര സാർ പുതിയ മ്യൂസിക് ഡയറക്ടർക്ക് 1500 രൂപ കൊടുക്കാമെന്നാണ് പറഞ്ഞത്. തമ്പി സാർ 2 ഒത്തു അങ്ങനെ പോവുകയാണ്. അപ്പോൾ ചെയ്തു തരാൻ പറഞ്ഞ എൻ്റെ രൂപ വാങ്ങിച്ചിട്ട് പോകും. KP കൊട്ടാരക്കര സാറിന്റെ വാടക വീടിന്റെ മുകളിൽ 2ാം നിലയിലാണ്, മുകളിലെ തുറസായ സ്ഥലത്താണ് ട്യൂണിങ് നടക്കുന്നത്. ഹാർമോണിയം ആയിട്ട് ഇത് വായിക്കാനിരിക്കുന്നത് RK ശേഖർ, അന്നത്തെ പ്രധാനപ്പെട്ട എല്ലാവരുടെയും മ്യൂസിക് കണ്ടക്ടറാണ് അദ്ദേഹം. RK ശേഖർ, അദ്ദേഹത്തിന്റെ മകനാണ് AR റഹ്മാൻ, നിങ്ങൾക്കറിയാം. അദ്ദേഹമാണ് ഇരിക്കുന്നത്. അവിടെ വന്നു പാട്ടെല്ലാം എഴുതി കൊടുക്കുകയാണ് പാട്ട്. പുറത്തിങ്ങനെ ദൂരയിൽ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം പാട്ട്. നമുക്ക് സാർ 4 വരി എഴുതി അദ്ദേഹത്തിനെ അദ്ദേഹം ഈ 4 വരി നോക്കിയിട്ട് ആദ്യമായ ഒരു ട്യൂണിട്ട് ആ 4 വരി നമുക്ക് പാടിയപ്പോൾ തമ്പി സാർ KP കൊട്ടാരക്കര സാറിനെ ഇങ്ങനെ നോക്കി, ഇങ്ങനെ കാണിച്ചു. എന്തേലും കൊണ്ട് ഇയാൾ പറഞ്ഞു വിട്ടേരെ എന്ന് പറയാനായിരിക്കും എന്ന് കരുതി ശ്രീമാൻ തമ്പി സാർ അടുത്തേക്ക് വന്നു. ഈ വിദ്യയുടെ മറവിൽ ചെന്നപ്പോൾ സാറിനെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, എവിടെ ഒപ്പിച്ച് തമ്പി ഇയാളെ, അടുത്ത 10 പടത്തിൽ ഇയാൾ മതി. അതിമനോഹരമായ പാട്ടാണ്, നിങ്ങളെല്ലാം അറിയുന്ന പാട്ടാണ്. ആദ്യമായിട്ട് 4 വരി ഓർക്കുന്നുണ്ടോ? പൗർണമി ചന്ദ്രിക പുഞ്ചിരിച്ചു വിളിച്ചു ആശാലതികൾ പുഞ്ചിരിച്ചു എന്നാശാലതികൾ പുഞ്ചിരിച്ചു. അതും കൊച്ചിയുമായി ബന്ധപ്പെട്ട് കൊച്ചി രാജാക്കന്മാരുടെ മന്ത്രിമാരായിരുന്ന പാലിയത്തച്ഛന്മാരുടെ കുടുംബത്തിൽ ജനിച്ച ഒരു ഗായകൻ. അദ്ദേഹത്തിന്റെ പേര് പാലിയത്ത് ജയചന്ദ്രൻ, P ജയചന്ദ്രൻ എന്നാണ് അദ്ദേഹം. അങ്ങനെ പാലിയത്ത് ജയചന്ദ്രൻ, അദ്ദേഹത്തിന്റെ എങ്ങനെയാണ് ഇരിങ്ങാലക്കുടയിലേക്ക് പോയതെന്നൊക്കെ അറിയാവുന്നതാണെന്ന് ഞാൻ വിശദീകരിക്കുന്നില്ല. അങ്ങനെ ഇരിങ്ങാലക്കുട നാഷണൽ സ്കൂളിൽ അദ്ദേഹം ഹൈസ്കൂൾ ക്ലാസ്സിൽ പഠിക്കുന്നു. അവിടുത്തെ അദ്ദേഹം അന്ന് മൃദംഗം വായിക്കുന്നുണ്ട്. പിന്നെ അവിടുത്തെ അധ്യാപകനായ രാമനാഥൻ മാസ്റ്റർ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നു, അദ്ദേഹത്തിന്റെ പാട്ട് കേട്ടിട്ട് പ്രോത്സാഹിപ്പിക്കുന്നു. അദ്ദേഹം തന്നെ എഴുതി, അദ്ദേഹം തന്നെ ട്യൂൺ ചെയ്ത് പാട്ടുകൾ പഠിപ്പിച്ച് അദ്ദേഹത്തെ കൊണ്ട് പാടിക്കുന്നു. സ്റ്റേജിൽ 1ാം സ്ഥാനം നേടുന്നു, ലളിതഗാനത്തിൽ സ്റ്റേജിൽ 2ാം സ്ഥാനം നേടുന്നു. സ്റ്റേജിൽ 1ാം സ്ഥാനം കിട്ടിയ പരിപാടികളെല്ലാം അവിടെ ഫൈനൽ സമ്മാനദാന ചടങ്ങിന് ശേഷം അവതരിപ്പിക്കുന്ന രീതിയുണ്ട്. അങ്ങനെ അവതരിപ്പിക്കാൻ ചെല്ലുമ്പോൾ ക്ലാസിക്കൽ മ്യൂസിക്കിനും ലളിതഗാനത്തിനും 1ാം സ്ഥാനം കിട്ടിയ പയ്യൻ എന്താണ് അവതരിപ്പിക്കുന്നത്? ഒരെണ്ണം അവതരിപ്പിച്ചാൽ മതി.
അയാൾ ക്ലാസിക്കൽ മ്യൂസിക്കാണ് അവതരിപ്പിക്കുന്നത്, അതിനോടൊപ്പം മൃദംഗം വായിക്കുന്നു. അങ്ങനെ അവിടെ വെച്ച് ഇവർ തമ്മിൽ ആദ്യമായി കാണുന്നു. ശാസ്ത്രീയ സംഗീതത്തിനും ലളിതഗാനത്തിനും 1ാം സ്ഥാനം കിട്ടിയത് ഫോർട്ട് കൊച്ചി സ്കൂളിൽ നിന്ന് വന്ന KG യേശുദാസനാണ്. അങ്ങനെ യേശുദാസൻ ജയചന്ദ്രനെ അവിടെ വെച്ച് ആദ്യമായി കാണുന്നു. പിന്നെ പിരിയുന്നു. പിന്നെ എവിടെയോ അങ്ങനെ പോകുന്നു. 1965 അദ്ദേഹം BSc സുവോളജി പാസ്സായി മദ്രാസിൽ ജോലിക്ക് പോകുന്നു. ജ്യേഷ്ഠനോട് താമസിക്കുന്നുണ്ട് ജയചന്ദ്രൻ സാറിന്. അങ്ങനെ അവിടെ പോയിരുന്നു. ഇതാണ് യേശുദാസ്. അദ്ദേഹം കൊച്ചു പാട്ടൊക്കെ പാടും. ഇപ്പോൾ മ്യൂസിക് കോളേജിലെല്ലാം പഠിച്ചിട്ട് വന്നിരിക്കുകയാണ്, സിനിമയിൽ പാടാൻ അവസരം ചോദിച്ചു വന്നിരിക്കുകയാണെന്നൊക്കെ പറയും. ഇവർ രണ്ടുപേരും ഒന്നിച്ച് സൈക്കിളിലും സ്കൂട്ടറിലും ഒക്കെ പോയി സിനിമകൾ കാണും. ആ സിനിമകളിലെ പാട്ടുകൾ ഇവിടെ വന്ന് യേശുദാസ് ഉച്ചത്തിൽ പാടുന്നു. അങ്ങനെ ഇവർ വലിയ മദ്രാസിൽ സംഘടിപ്പിക്കുന്നു. അതിലെല്ലാ മലയാള ഗായകരും അതിൽ പങ്കെടുക്കാൻ തീരുമാനിക്കുന്നു. പക്ഷേ എന്തുകൊണ്ടോ യേശുദാസിന് ആ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. ഗാനമേളയിൽ പാടാനെത്താൻ കഴിഞ്ഞില്ല, തിരക്കിൽപ്പെട്ടുപോയി. യേശുദാസ് പാടാനിരുന്ന പാട്ട് അന്ന് ഗാനമേളകളിൽ, ടൗണിലെ ഗാനമേളകളിൽ പാടിക്കൊണ്ടിരുന്ന ജയചന്ദ്രൻ അവിടെ കയറി പാടും. അത് മ്യൂസിക് കണ്ടക്ട് ചെയ്തിരുന്ന RK ശേഖർ അദ്ദേഹത്തെ വളരെയേറെ സന്തോഷിപ്പിച്ച ഒരു പാട്ടായിരുന്നു. ചെറുപ്പം ചോദിക്കും, നീ ഏത് പാട്ടാണ് പാടുന്നത്? അപ്പോൾ ആ പാട്ട് യേശുദാസ് പാടി പ്രസിദ്ധമായ ചുട്ട മുതൽ ചുടലവർ ചുമടും താങ്ങി എന്ന് പറയുന്ന പാട്ടാണ്. അതിന്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ RK ശേഖർ ആണ് അതിന്റെ മ്യൂസിക്. അദ്ദേഹം ശോഭന പരമേശ്വരൻ നായർ പിന്നിൽ പോയി കാർഡ് കൊടുത്ത് അടുത്ത സിനിമയിലേക്ക് പാടാനായി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. അദ്ദേഹം അവിടെ ചെല്ലുന്നു. ആദ്യമൊക്കെ വലിയ ഭയപ്പാടായിരുന്നു. കാരണം ഇത്രയും വലിയ സംഗീത ഉപകരണങ്ങളോടൊക്കെ ഒപ്പം ലൈവായിട്ടാണ് റെക്കോർഡിംഗ് പണ്ട്. ഇപ്പോഴത്തെ പോലെ പഞ്ചയിലല്ല. പാടാനുള്ള ബുദ്ധിമുട്ട് വരുന്നു. പക്ഷെ ആത്മവിശ്വാസം കൊടുത്ത് അദ്ദേഹത്തെ പാടിക്കുന്നു. ആദ്യം പാടിയ പാട്ടല്ല പക്ഷേ പുറത്തു വന്നത്. ആദ്യം പാടിയ പാട്ട് കുഞ്ഞാലിമരക്കാർ സിനിമയിലായിരുന്നു. ആ പാട്ട് ഇറങ്ങുന്നതിന് മുമ്പ് വരെ, ആ സിനിമ തീരുന്നതിന് മുമ്പ് തന്നെ ഒരിക്കൽ ശോഭന പരമേശ്വരനായാലും ദേവരാജ മാസ്റ്ററും കണ്ടുമുട്ടിയപ്പോൾ പുതിയ സിനിമയെ കുറിച്ച് പറഞ്ഞ വഴിക്ക് പറഞ്ഞു, വിശേഷങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങളൊരു പുതിയ ഗായകനെ അവതരിപ്പിക്കുന്നുണ്ട്, തൃശ്ശൂർക്കാരൻ ജയചന്ദ്രൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു. എന്നാൽ അയാളെ എൻ്റെ അടുത്തേക്ക് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ പാട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നു. ആദ്യത്തെ ഒരു യുഗ്മഗാനമായിരുന്നു, അത് പാടിക്കുന്നു. അടുത്തതൊരു സോളോയാണ്. ഇത് യേശുദാസാണ് പാടുന്നത്. നീ ഇതൊന്ന് പഠിച്ച് പാടി നോക്കിയേ, ഇത് പാടിയിട്ടല്ലേ, പക്ഷെ പാടുന്നത് യേശുദാസാണ്. നീ ഒന്നും നിന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഒന്ന് പാടിയല്ലേ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു സോളോ ജയചന്ദ്രനെ പഠിപ്പിക്കുകയും അദ്ദേഹത്തിനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മനോഹരമായി ആ പാട്ട് പാടുകയും ചെയ്തു. എന്നിട്ട് അദ്ദേഹം സ്റ്റുഡിയോയ്ക്ക് പുറത്ത് നിൽക്കുമ്പോൾ പ്രതിഫലമായി പുറത്തു നിൽക്കുമ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞാണ് സംവിധായകനായ കൃഷ്ണനായ സാർ തുറന്ന് വെളിയിലിറങ്ങി ചെല്ലുമ്പോൾ ഇദ്ദേഹം അവിടെ നിൽക്കുക. അപ്പൊ ചോദിച്ചു, എന്താ നീ നിൽക്കുന്നത് പോകാതെ? അപ്പൊ പറഞ്ഞു, ഇങ്ങനെ ഈ പാട്ട് ഞാൻ പാടിയ സോളോ പാട്ടിന്റെ ഒറിജിനൽ പാടുന്നത്, ഞാൻ ട്രാക്ക് പാടി ഒറിജിനൽ പാടുന്നത് ദാസേട്ടനാണ്. ദാസേട്ടൻ പറഞ്ഞത് പാടുന്നത് എങ്ങനെയാണ് കാണാൻ വേണ്ടി നിൽക്കുകയാണെന്ന്. സംവിധായകൻ പറഞ്ഞു, ദേവരാജ മാസ്റ്റർ വെറുതെ പറഞ്ഞത്, ഇത് നീ തന്നെയാണ് പാടുന്നത്, നിന്റെ പാട്ട് തന്നെയാണ്. അദ്ദേഹം വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നീ ധൈര്യമായിട്ട് പോകാം. അന്നാണ് ജയചന്ദ്രൻ്റെ ഏറ്റവും വലിയ സന്തോഷം ജീവിതത്തിൽ അനുഭവിച്ചതാണ്. ആ പാട്ട് ഇറങ്ങി. ആദ്യം ഇറങ്ങിയത് ആ സിനിമയാണ്, കളിത്തോഴൻ എന്നായിരുന്നു സിനിമയുടെ പേര്. അതിലെ സോളോ ജയചന്ദ്രൻ എന്ന് പറയുന്ന മഹാഗായകനെ, അല്ലെങ്കിൽ ഭാവഗായകനെ മലയാളത്തിന് സമ്മാനിച്ച പാട്ട് നിങ്ങൾക്കറിയാം. മഞ്ഞലയിൽ മുങ്ങിത്തോട്ട് ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ. ഈച്ചകോരി എന്ന് പറഞ്ഞാൽ എന്തോ സംഭവം ദിവസമാണ്. ചകോരിയാണ്, ചകോരമാണ്, ചകോരിയാണ്. ചകോരം ഒരു പക്ഷിയാണ്. ഉപ്പൻ എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ. ഇവിടെ എന്താണെന്ന് എനിക്കറിയില്ല. ചിലത് ചെമ്പോത്ത് എന്ന് പറയും. ഉപ്പൻ എന്ന് പറയുന്ന പക്ഷിയാണ്. ചകോരിയാകുമ്പോൾ വനിതയായിരിക്കും. പ്രേമ ചകോരി. കാരണം ചകോര പല പാട്ടുകളിലും ചകോരത്തെ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മുടെ
കൊച്ചി പാലക്കാടുകാരനാണെങ്കിലും കൊച്ചിയിൽ താമസിക്കുന്ന അല്ലെങ്കിൽ കൊച്ചി പിന്നീട് സ്വന്തം നാടാക്കി മാറ്റിയ മനോഹരമായി പാട്ടുകൾ എഴുതുന്ന ഇത് വരാമെന്ന് പറയുന്ന എനിക്കറിയാം ഗാനരചയിതാവുണ്ട്. അദ്ദേഹം എഴുതിയ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രസിദ്ധമായ പാട്ടിൽ ഈ ചകോരം വന്നിട്ടുണ്ട്. എന്നറിയുമോ? ചന്ദ്രകിരണത്തിൻ ചന്ദനമൊന്ന് ചകോര യുവമിഥുനങ്ങൾ. മാഷ് അനേകം മനോഹരമായ പാട്ടുകൾ എഴുതുന്നു. നമ്മുടെ മാഷിന്റെ ആദ്യത്തെ പാട്ട് തന്നെ വലിയ ഹിറ്റായിരുന്നു. രാജു റഹീം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം എഴുതിയ ചിത്രത്തിൻ രോമാഞ്ചമേ സർപ്പസൗന്ദര്യമേ നിന്നിലൻ പൗരുഷം സംഗമപ്പൂവിടത്തും പ്രേമത്തിൻ അതാണ് ആദ്യത്തെ പാട്ട്. വിനത്രയോ മനോഹരം. ഒരു ഗ്രീഷ്മം ഇറങ്ങിയ മാത്രം ആ പാട്ട് അതുപോലെ പറയാം. കാരണം ഒരു ഇലയുടെ മറവിലേക്ക് പോയാൽ പോലും ഈ ചകോരങ്ങൾ ഉൽപ്പന്നങ്ങൾ ഇങ്ങനെ എപ്പോഴും മൂടി മൂടിയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, അതിങ്ങനെ മൂടിക്കൊണ്ടേയിരിക്കും. ഒരു ഇലയുടെ മറവിലേക്ക് ഒരു ഉൽപ്പന്നം അത് പെണ്ണമാണെന്ന് പോയാൽ മൂടിക്കൊണ്ടേയിരിക്കും എന്ന് പറയുന്നത്. അതായത് ഒരു ഇലയുടെ മറവ് പോലും സഹിക്കാൻ കഴിയാത്തത്ര പ്രണയാതുരന്മാരാണ് അല്ലെങ്കിൽ ആതുരന്മാരാണ് ഉൽപ്പന്നങ്ങൾ. അതുകൊണ്ടാണ് പ്രേമ ചകോരി 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 പ്രയോഗിച്ചിരിക്കുന്നത്. ഒരു വാക്ക് പ്രയോഗിക്കുന്നതിൽ ഒരു എഴുത്തുകാരൻ എത്ര സൂക്ഷ്മമായാണ് ഇടപെടുന്നത്. കൊച്ചിയിൽ തന്നെ താമസിക്കുന്ന മറ്റൊരു യുവ എഴുത്തുകാരൻ, അദ്ദേഹത്തിന്റെ ഒരു പാട്ടിന്റെ അനുപല്ലവി ഒരു പിടിയവിൻ കഥ പോയി ഇവളുടെ പരിണയ കഥ പറഞ്ഞു. എന്നൊരു വരി എഴുതിയിട്ടുണ്ട്. എന്തിനാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്? ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടോ? വയൽ കുരുവി മുറിവാടൻ കുരുവി കളിയാടും വയലിൽ ചെറുകാവൽക്കാരി അലുവറ്റിലയുണ്ടോ വരദക്ഷിണ വയ്ക്കാൻ. അതുകൊണ്ട് നടവഴി ഇടകളിൽ നടുമുറ്റങ്ങളിൽ ഒരു കഥ നിവരുകയാണ്. ഒരു പിടി അവരിൽ കഥപോളികളുടെ പരിണയ കഥ പറഞ്ഞു. അത് ഒരു പിടി അവരിൽ കഥപോളികളുടെ പരിണയ കഥ പറഞ്ഞു. നമ്മൾ ഈ പാഠം എത്ര കേട്ടതാണ്? ഒരിക്കലെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? എന്താണ് അർത്ഥം? കഥാപാത്രം ഒരു നാട്ടിലെ വലിയൊരു മന്നാടിയാണ്. വലിയ മന്നാടിയാർ അവിടുത്തെ ഒരു ജോലിക്കാരന്റെ മകളായ ഗൗതമി അവതരിപ്പിക്കുന്ന കഥാപാത്രത്തെ കല്യാണം കഴിക്കാൻ പോകാം. അപ്പം അവളിങ്ങനെ പേടിച്ചിട്ട് നിനക്കൊരു ജോലി തരാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ പറഞ്ഞിട്ട് അവസാനമാണ് നിനക്ക് എന്റെ ഭാര്യയുടെ ജോലി ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട്. അങ്ങനെയാണ് അപ്പോഴാണ് പാട്ടിങ്ങനെ വരുന്നത്. ഇത് ഒരു പിടി അവരിൻ കഥയാണ്. എന്താണ് സംഭവം? കൃഷ്ണനെ കാണാൻ പോയ കുചേലൻ ഒരു പിടി അവരുമായാണ് പോയത്. തിരിച്ചു വന്നത് കുബേരനാണ്. ഇതാണ് വളരെ കുചേലനായിരിക്കുന്ന ഒരു പെൺകുട്ടി അവളുടെ ജീവിതത്തിൽ മാറുന്നറിയാൻ പോകുന്നു. എങ്ങനെ? കുചേലൻ ഒരു പിടി അവരുമായി പോയ കഥ പോലെ. എന്നൊരു പ്രയോഗമുണ്ട്. അഥർവം പോലെ സിനിമയിലെ സാർ എഴുതിയതാണ്. ആദിനെ എന്റെ കൂട്ടുകാരിയിൽ ഒരു പാട്ടുണ്ട്. നീ തുമ്പ് കെട്ടിയിട്ട ചുരുൾമുടി എന്നുള്ള പാട്ട്. അതിലും ഉപയോഗിക്കുന്നത് ഈ മൃണ്മയം. അപ്പൊ എന്താണ് ഈ മൃണ്മയം എന്ന് പറഞ്ഞാൽ? തിളക്കമുള്ളത് എന്നൊരർത്ഥമുണ്ട്, മണ്ണ് കൊണ്ടുണ്ടാക്കിയത് എന്നൊരർത്ഥമുണ്ട്, സുന്ദരമായത് എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പൊ മൃണ്മയ മനോജ്ഞമായ ഉടൽ വീടുടയുന്നു പോകും.
പക്ഷെ അതിന്റെ ആത്മാവെന്ന് പറയുന്ന ഘടദീപമാണ്. ആ ദീപം അങ്ങനെ ഒലിയാതെ നിലനിൽക്കും. ഇതൊക്കെ ആദ്യം മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ച യേശുദാസ് സാറിന് ദേശീയ പുരസ്കാരം കിട്ടി. തൊട്ടടുത്ത വർഷം 74 കിട്ടി. അത് അതിനേക്കാൾ ഗംഭീരമായ പാട്ട വയലാർ സാറിന് ഏതെന്നറിയാമോ? ഗായത്രി എന്ന് പറഞ്ഞ സിനിമയിലെ ഓം സത് സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത് എന്ന ഗായത്രി മന്ത്രത്തോട് കൂടിയ പാട്ട് എഴുതിയിരിക്കുന്നത്. അതായത് അഗ്നിരഥത്തിലുദിക്കുമുഷസ്സിൽ അർഘ്യം നൽകൂ ഗന്ധർവസ്വരഗംഗയൊഴുകൂ ഗായത്രികൾ പാടും. ഗായത്രി പാടുന്നല്ല, ഗായത്രികൾ പാടുന്ന. ഗായത്രി മന്ത്രം എന്ന് പറയുന്നത് സൂര്യനുള്ള നമസ്കാരമാണ്, പ്രകാശത്തിനുള്ള നമസ്കാരമാണ്. പുതിയ പ്രകാശങ്ങൾ വരട്ടെ സമൂഹത്തിലേക്ക് എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം വരുന്നത്. പ്രഭാത കിരണം നെറ്റിയിലണിയും പ്രാസാദങ്ങൾക്കുള്ളിൽ. പ്രാസാദം മാളികയാണ്, അഗ്രഹാരങ്ങളാണ്. പത്മതീർത്ഥക്കരയിലെ പ്രാസാദങ്ങൾ, മാളികകളിൽ വിഷ്ണുഭക്തിയാണ്. സഹസ്രനാമം വിഷ്ണുസ്തുതിയാണ്, വിഷ്ണു സഹസ്രനാമമാണ്. ഈ സഹസ്രനാമങ്ങൾ മാത്രം ചൊല്ലി ആത്മീയതയുടെ ഈ എന്താണ് ആ ഒരു യാഥാസ്ഥിതികതയിൽ അടിമ കിടത്തിയ ആത്മീയതയുടെ തടവറയിൽ കിടക്കുന്ന പുതിയ പൗരൻ ഉണരാൻ, അവിടുത്തെ പുതിയ തലമുറയ്ക്ക് ഉണരാൻ വേണ്ടി അടിമ കിടത്തിയ ഭാരത പൗരൻ ഉണരാൻ പുതിയൊരു പുരുഷാർത്ഥത്തെ യാഗപുരകളിൽ വെച്ച് വളർത്താൻ ഇങ്ങനെ വ്യാഖ്യാനിച്ച് പോകാതെ അതിന്റെ അടുത്ത് അതിനേക്കാൾ വ്യാഖ്യാനിക്കും. അപ്പൊ അങ്ങനെ ഒരു പാട്ടാണെന്ന് ആലോചിക്കും. സിനിമയിൽ എഴുതിയിരിക്കുന്ന ഒരു പാട്ടാണ്. പക്ഷെ ആ പാട്ടിന്റെ മുനയും ആ പാട്ടിന്റെ തലവും ആ പാട്ടിന്റെ വിധാനവും എത്രയോ വലുതാണ്. പല വാക്കുകളും ഞാൻ മുഴുവൻ പറഞ്ഞു. അതുപോലെ തന്നെ എല്ലാവരും പറയണം വനവല, നീ വനവലാതയാ. ഒരിക്കലും എന്താണ് ഈ വനവലാത എന്ന് ചോദിച്ചിട്ടുണ്ട്, ആലോചിച്ചിട്ടുണ്ട്. പക്ഷിയാണ്. പക്ഷെ ആ പക്ഷി എങ്ങനെയുള്ള പക്ഷിയാണ്? വലാക വെളുത്ത നിറമുള്ള ഒരു ചെറിയ സ്പാരോയാണ്, കിളിയാണ്. നീളമുള്ള വെളുത്ത പാലുണ്ട്. അത് വനത്തിനുള്ളിലെ വലാകയാണ്. വനത്തിന്റെ നിറത്തിന്റെ ഫ്രണ്ടിൽ ഇത് കളിക്കുമ്പോഴുള്ള ആ ഒരു വാങ്മയം നമ്മൾ മനസ്സിൽ കാണാം. അത് വനത്തിന്റെ നിറം കാണും. വനത്തിന്റെ നിറം കാട്, മനുഷ്യനാദ്യം വീട്. അപ്പോ കറുത്ത അകത്തേക്ക് പ്രകാശത്തിന്റെ അവസാന കണികയിൽ നഷ്ടപ്പെട്ട് കറുത്തിരുണ്ടിരിക്കുന്ന ബ്ലാക്കാണ് ബാക്ക്ഗ്രൗണ്ട്. അതിന്റെ ഫ്രണ്ടിൽ ഒരു വൈറ്റാണ് ഈ കളിക്കുന്നത്. എന്തൊരു ബ്യൂട്ടിയാണ് ആ ഒരു സ്ക്രീനിൽ. അതുപോലെയാണ് അതിലെ നായികയാണ് ഈ വനവലാകയായി നീ പാടുന്നത്. ഈ വലാകയെ കാളിദാസനിൽ നിന്ന് എടുത്താണ് ഗിരീഷ് പുത്തഞ്ചേരി. പലരും എടുത്തിട്ടുണ്ട്. ശ്രീമാൻ വയലാസാർ എടുത്തിട്ടുണ്ട് വലാക. അതെടുക്കുമ്പോൾ എങ്ങനെയാണ്? വലാക മേഘസന്ദേശത്തിൽ മേഘത്തിന്റെ ഒപ്പം പറക്കുന്നതാണ് വലാക. മേഘത്തിന്റെ ഒപ്പം മേഘം സന്ദേശവുമായി മേഘം ഇങ്ങനെ പറന്നു പോകുമ്പോൾ, ഉയരങ്ങളിലേക്ക് പോകുമ്പോൾ രാജഹംസങ്ങളും താഴേക്ക് വരുമ്പോൾ വലാക പക്ഷികളുമാണ് അകമ്പടി പോകുന്നത്. എന്തിനാണ്? ഈ മേഘം ഒരു ഗർഭിണിയാണ്. എങ്ങും തട്ടുകയും മുട്ടുകയും ചെയ്യാൻ പാടില്ല. തട്ടുകയോ മുട്ടുകയോ ചെയ്താൽ എന്ത് സംഭവിക്കും? അവിടെ പെയ്യും. ഈ ദൂത് അവിടെ ചെല്ലില്ല. അതുകൊണ്ട് അവർക്ക് സംരക്ഷണമായിട്ട്, ആ മേഘത്തിന് സംരക്ഷണമായിട്ട് ഒപ്പം പറന്നു പോകുന്നവരാണ് നമ്മൾ പറയല്ലോ എസ്കോർട്ടാണ്, അല്ലെങ്കിൽ എന്താണ് ഒപ്പം പറക്കുന്നതാണ്. അങ്ങനെ പറന്നു പോകുന്ന വലാക പക്ഷികൾ. ആ വലാക പക്ഷിയെയാണ് എടുത്ത് ഈ കവികളൊക്കെ, കവികളായ കവികളല്ല, എടുത്ത് ഉപയോഗിക്കുന്നത്. അപ്പോഴാണ് അതിന്റെ സൗന്ദര്യം വരുന്നത്. അപ്പൊ ഇങ്ങനെ വാക്കുകളും അതുപോലെ പ്രയോഗങ്ങളും അർത്ഥങ്ങളും ഇതെല്ലാം ഉൾക്കൊണ്ട് നമ്മൾ പാട്ട് കേട്ടാൽ അതിമനോഹരമായ പാട്ടുകളെ ഉൾക്കൊള്ളാൻ കഴിയും.